ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഇന്ന് എൻ്റെ കോളേജിൽ സിനർജിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവൻറ്റ് നടക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഞാനിപ്പോൾ റെഡിയായി കോളേജിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. കോളേജ് ബസ് 7:25 ഹസ്ബൻഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. കോളേജിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പിള്ളേരൊക്കെ വരാൻ തുടങ്ങുന്നുള്ളൂ. ഇനി നേരെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നില്ല, താഴെ തന്നെ എവിടെയെങ്കിലും ബാഗ് വെച്ച് നമുക്ക് ഡ്യൂട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം. സ്റ്റോളൊക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആരും വന്നിട്ടില്ല. അപ്പോൾ അവിടെ സ്റ്റോളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. അതാണിപ്പോൾ നിങ്ങൾ കണ്ടത്. ആദ്യം പഞ്ച് ചെയ്യാം. ഓൾറെഡി 2 മിനിറ്റ് ലേറ്റാണ്. ഈ പഞ്ച് ചെയ്യാം. சட்னி. என்ன எடுக்கிறீங்களா? ஹாய் சொல்லுங்க. ഹായ്. നമ്മൾ ഡ്യൂട്ടിക്ക് പോവാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ നമ്മൾ അവിടെ വേറെ ബ്ലോക്കിലാണ് നമുക്ക് ഡ്യൂട്ടി. അപ്പോൾ അങ്ങോട്ട് പോകാം. അവരൊക്കെ വന്നിട്ടുണ്ടാവാനാണ് ചാൻസ്. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. നമ്മളിപ്പോൾ ഡ്യൂട്ടി ഉള്ളവിടേക്ക് പോവാണ്. സ്റ്റോളൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ 2 സ്റ്റുഡൻസാണ്. ഇത് ശ്വേത, ഇത് ദർശനം. ഹായ് സല്ല. അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിൽ കാപ്പി കുടിക്കാൻ വന്നിട്ടാണ്. അപ്പോൾ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്യൂട്ടി ഉള്ളവിടേക്ക് പോകാം. കുറേ നേരം ഡ്യൂട്ടി ഉള്ളവിടേക്ക് പോകാമെന്ന് പറഞ്ഞു. പോകാൻ തോന്നുന്നില്ല. അവിടെ പോയി ഫുള്ള് നിൽക്കണം, ഫുള്ള് അവിടെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് മടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് പോകാമെന്ന് വിചാരിക്കും. இன்னைக்கு மதியம் லஞ்ச் வாங்குவோம்ல, எல்லாம் பிளேட்டில் ரவுண்டாக வச்சு எடுத்துக்கலாம். லஞ்ச் கொண்டு வரலையா? ഈ ബ്ലോക്കിലാണ് കേട്ടോ നമ്മുടെ ഡ്യൂട്ടി. എന്നോട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തമിഴ് ആൾക്കാരും കാണുന്നുണ്ട് വ്ളോഗുകളുണ്ട്, തമിഴിൽ വീഡിയോ എടുത്തൂടെ, തമിഴിലും കൂടി സംസാരിച്ചൂടെ, അല്ലെങ്കിൽ സബ്ടൈറ്റിൽ ഇട്ടൂടെ എന്നൊക്കെ ചോദിച്ചു. തമിഴ് സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ ഒരു ചമ്മലാണ്. ഞാൻ എന്തായാലും ഈ വ്ളോഗിൽ ഇടയിലെങ്കിലും തമിഴിൽ സംസാരിക്കാൻ നോക്കാം കേട്ടോ. எனக்கு இன்றைக்கி இந்த ப்ளாக்கில் தான் டியூட்டி. ஃபஸ்ட் ஃப்ளோரில் டிசிப்ளின் டியூட்டி தான். ஆனால் ஸ்டூடெண்ட்ஸ் யாரும் இன்னும் வரல, அதனால் ஃப்ரீயாக தான் நிற்கிறேன். ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണ്. കഴിഞ്ഞു. അവിടെ ഡ്യൂട്ടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ ഓഡിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പോവാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് കാണാം. ഇനി അതെന്ത് തലവേദനയാണോ എന്തോ. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് കാണാം. പിള്ളേരൊന്നും ഇനി വന്നിട്ടില്ല, തിരക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇവിടെയാണ് കേട്ടോ ഫാഷൻ ഷോ നടക്കുന്നത്. இன்னைக்கு வந்து சினர்ஜியா நடக்க போகிறோம். அப்போ நம்ம வந்து என்ன சொல்லணும், நம்ம வந்து ஒன்றும் இல்லை, எனக்கு தமிழ் அவ்வளோ நல்லா பேச தெரியாது. வீடியோ இருக்கிறதுனால கொஞ்சம் நர்வஸாக இருக்காங்க. ஓகே, பாய். அவங்க எல்லாத்தையும் கொடுத்துருங்க. கார்த்திகை மேம் வந்தால் தான் ஆஃப் ஆகாங்க. ഓടിച്ച് നടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ സിനർജിൻ്റെ ഇവൻറ്റ്സിലൊന്നും കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞിട്ടെങ്കിലും നമുക്ക് ഇവൻറ്റ് എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര മെസ്സായിട്ട് കിടക്കുകയാണ്. ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം.
ഒരുവിധം ഓഡിറ്റൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് ഒരുവിധം ടേബിളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പേപ്പറൊക്കെ ഒരു ഭാഗത്തും വെച്ച് ബുക്സൊക്കെ വെച്ച് ടേബിൾ ഏകദേശം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ஆடிட்டு நடக்க போகிறதுனால தேவையான டாக்குமெண்ட்ஸ் எல்லாமே ரெடி பண்ணி வச்சிட்டோம். அங்கே வர்றதுக்காக வெயிட் பண்ணிகிட்ருக்கோம். இங்கே இருக்கிற வேலையெல்லாம் ஆல்மோஸ்ட் முடிஞ்சிருச்சு. അങ്ങനെ ഓഡിറ്റ് നല്ല രീതിയിൽ കഴിഞ്ഞു. ഇനി നമുക്ക് സിനർജിയിൽ പങ്കെടുക്കുകയല്ല കാണാനെങ്കിലും പോവാം. ഓക്കെ, സ്റ്റാളുകളൊക്കെ ഉണ്ട്, നമുക്ക് സ്റ്റാളുകളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ ഓഡിറ്റൊക്കെ കഴിഞ്ഞ് നമ്മളിനി നേരെ താഴെ ഡ്യൂട്ടി ഉണ്ടല്ലോ അവിടേക്ക് പോകണം. രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഓഡിറ്റ് കൊണ്ട് വേറെ പിന്നെ പോകാനേ പറ്റില്ല. ഡിപ്പാർട്ട്മെൻറ്റിൽ ഇറങ്ങാൻ പോലും ഇത്ര നേരം സമയം കിട്ടും. ஆடிட்டு நடந்துட்டு இருக்கிறதுனால சினர்ஜியில் இருக்கிற ஈவெண்ட்ஸ் ஒன்றுமே பார்க்க முடியல. அப்போ நம்ம வந்து இப்போ ஈவெண்ட்ஸ் ஏதாச்சும் பார்த்து ஸ்டால் எல்லாம் பார்த்துட்டு வரலான்னு இருக்குது. ടാസ്ക് ആരും കാണാതെ സംസാരിക്കുക, വ്ളോഗ് എടുക്കുക എന്നുള്ളതാണ്. എല്ലാവരും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചമ്മൽ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്റ്റാളിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാം. പിന്നെ അതിന് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, അതിന് DJ ഏകദേശം 7, 7:30, 8 മണിയാകുമ്പോഴേക്കും കഴിയും. അത് കഴിഞ്ഞ് വീടെത്തുമ്പോഴേക്കും 10 മണിയാവും. ഓക്കെ, ஸ்டால்ஸ்லாம் திங்ஸ் எல்லாம் நல்லா இருக்குது. ஆனால் ரேட்டு வந்து ரொம்ப அதிகமாக இருக்குது. அதனால் சும்மா பார்த்துட்டு போயிட்டே இருக்கோம். பேங்கிள்ஸ் எல்லாம் நல்லா இருந்துருச்சு, ஆனால் ஒன்றுமே வாங்கலை. அனைவரும் மேடை கருவே அருகே வர வேண்டும். நான் 4 മണി SGC സിനർജി അവലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതെല്ലാം சரி, இங்க என்ன இருக்குன்னு சொல்லிடலாமா? படிக்கிறவங்களுக்கு டீபகிங். இன்றைக்கி நம்மளோட ஸ்பெஷல் கெஸ்ட்டு வந்து சூப்பர் சிங்கரில் இருந்த மீனாட்சி தான். மீனாட்சி வந்துட்டோம். ஸ்டூடெண்ட்ஸ் எல்லாரையுமே அட்ரஸ் பண்ணிகிட்ருக்கோம். இந்த காலேஜ் ரொம்ப அமைதியான காலேஜ் தான் நான் கேள்விப்பட்டிருக்கேன். ஆனால் அப்படி இல்லைன்னு நீங்கள் இன்னைக்கு ப்ரூவ் பண்ணணும். ஓகேவா? ஸோ மேக் சம் நாய்ஸ் SSC. இன்னும் லவுடாக வேணும். மேக் சம் நாய்ஸ் SSC. இப்போ வந்து ஸ்டூடெண்ட்ஸ் எல்லாம் பெர்ஃபார்ம் பண்ணிகிட்ருக்கோம். சோலோ டான்ஸ் எல்லாமே இருந்தாங்க. அதுக்கப்புறம் சினர்ஜியில் வந்து நிறைய காலேஜஸ் பார்ட்டிசிபேட் பண்ணாங்க. அதில் ஓவரால் யார் வின் பண்ணியிருக்கோம் அவங்களுக்கு எல்லாமே சர்டிஃபிகேட்ஸ் எல்லாமே பிரின்சிபல் மேமும் மீனாட்சி ஸ்பெஷல் கெஸ்ட் எல்லாமே சேர்ந்து டிஸ்ட்ரிபியூட் பண்ணிட்டோம். அதுக்கப்புறம் இந்த மாதிரி டான்ஸ் அது எல்லாமே இருந்தாங்க. நிறைய ஈவெண்ட்ஸ் கண்டக்ட் பண்ணியிருந்தாங்க. அதில் ஃபேஷன் ஷோ, குரூப் டான்ஸ் அந்த மாதிரி நிறைய இருந்துச்சு. அதில் எல்லாமே ஃபஸ்ட்டு வந்த ஸ்டூடெண்ட்ஸ் வந்து பெர்ஃபார்ம் பண்ணிகிட்ருக்கோம் ஸ்டேஜில். இது வந்து ஸ்டூடெண்ட்ஸ் வந்து ஸ்டேஜுக்கு கீழே காமெடியாக பண்ணிகிட்டு இருந்தோம். அப்போ நான் வந்து அது ஜஸ்ட்டு கேப்சர் பண்ணி வீடியோவில் போட்டிருக்கோம், அவ்வளோதான். இது எல்லாமே ஃபஸ்ட்டு வந்த குரூப் டான்ஸோட பெர்ஃபார்மன்ஸ் தான் ஸ்டேஜில் பண்ணிகிட்ருக்கோம். இப்போது நைட்டு மீனாட்சி நல்லா பெர்ஃபார்ம் பண்ணியிருந்தாங்க. சூப்பராக இருந்துருச்சு. ஆனால் எனக்கு போட முடியாது, காப்பிரைட் வந்துடும். നമ്മളിപ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. കോളേജിൽ നിന്ന് ഇറങ്ങല്ല, അവിടെ DJ തുടങ്ങിക്കഴിഞ്ഞാൽ ബസ്സിൽ സീറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വേഗം ബസ്സിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അവിടെ DJ തുടങ്ങണുള്ളൂ. അപ്പോൾ ഞാനൊരു ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 7:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 മണിക്കൂർ DJ 8:30. ഞാൻ വീടെത്തുമ്പോഴേക്കും ഒരു 10 മണിയാവും വിചാരിക്കുന്നു.